നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഉദ്യോഗസ്ഥ ഒത്താശയോടെ നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിനെതിരെ സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി ഏങ്ങണ്ടിയൂരിലെ മത്സ്യഭവൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തീരക്കടൽ ട്രോളിംഗ് പൂർണ്ണമായും നിരോധിക്കുക, വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക, മത്സ്യബന്ധന യാനങ്ങളുടെ വാർഷിക ഫീസ് വർധന പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന ട്രോളിംഗ് ബോട്ടുകാരുടെ പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തം അവസാനിപ്പിക്കണമെന്നും നിയമത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന കടൽ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മത്സ്യമേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ ആവശ്യപ്പെട്ടു. സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VC മുരളി അധ്യക്ഷനായി. സെക്രട്ടറി CA ഗോപപ്രതാപൻ, PA മുജീബ്, KN രാജൻ, US സുനി എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് അതിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അതിൽ രാജ്യത്തിനോ സമൂഹത്തിനോ ഉപദ്രവമാകുന്ന ഏത് വിഷയമായാലും അത് ഗവൺമെൻറ് നിരോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ മത്സ്യബന്ധന രീതി ഇവർ തുടരുന്നു? അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരു അപൂർവം ചില ആളുകളാണ്. അല്ലാത്ത പല ആളുകൾക്കും ഇതിനോട് കൃത്യമായി നിയമം നടപ്പാക്കണമെന്ന് കൃത്യമായി ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫിഷറീസ് മേഖലയ്ക്ക് കൃത്യമായ ഒരു ഫോഴ്സില്ല. ആരാണിത് കണ്ടുകെട്ടേണ്ടത്? ഫിഷറീസ് മേഖല ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ജില്ലയിൽ ആകെയുള്ളത് 3 പോലീസാണ്. 595ഉം 600-ൽ മേലെയുള്ള മിഷൻ വെച്ച് പോകുന്ന ഈ പെലാജിക് ബോട്ടുകൾ അവരെ പിന്തുടർന്ന് ഈ നിയമലംഘനം നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ 3 ഫോഴ്സും വെച്ച് ചെറിയ ബോട്ടും വെച്ച് എങ്ങനെയാണ് ഇവർക്കിതിനെ കണ്ടുകെട്ടാൻ കഴിയുന്നത്? പിടികിട്ടാപ്പുള്ളിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി തറയിൽ ബിനീഷിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ 2009-ൽ സ്ത്രീപീഡന കേസിലും 2017-ൽ പോക്സോ കേസിലും പ്രതിയാണ്. ചാവക്കാട് കറുകമാടിലെ വാടക വീട്ടിൽ നിന്നും വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ NR സുനീഷ്, CPOമാരായ PK അലി, ജ്യോതിഷ്, ഷിജിത്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വിശിഷ്ട സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ 2024-ലെ പോലീസ് മെഡൽ നേടിയ പെരിങ്ങോട്ടുകര കിഴക്കുമുറി തണ്ടാശ്ശേരി ശിവരാമന്റെ മകൻ ശ്രീജിത്തിനെ BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആദരിച്ചു. BJP നേതാക്കളായ പ്രകാശൻ കണ്ടങ്ങത്ത്, പ്രേമദാസ് വെങ്ങാലി, സുഗേന്ദു സെൻ കുറ്റിക്കാട്, സിനി കുരുവേലി, സന്തോഷ് കോക്കന്തറ, അജയഘോഷ് നെല്ലിപ്പറമ്പിൽ, സച്ചു ജയരാജ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പോലീസ്, ഏറ്റവും നല്ല പോലീസുകാർ, ഏറ്റവും നല്ല അധ്യാപകർ, അങ്ങനെ പത്മശ്രീ കിട്ടുന്ന ആൾക്കാരുകളൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും കഴിവിനനുസരിച്ചിട്ട് അവാർഡുകൾ നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പോലീസ് ജോലി എന്ന് പറഞ്ഞത് പലരും മാനസിക ടെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് ജോലി ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഏറ്റവും നല്ല പോലീസായിട്ട് അവരുടെ ആ കർത്തവ്യം നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ 2024-ലെ പോലീസ് മെഡൽ നേടിയ ശ്രീജിത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും, അതോടൊപ്പം അദ്ദേഹത്തെ ഈ നിലയിലെത്തിക്കാൻ കഷ്ടപ്പെട്ട അവരുടെ മാതാപിതാക്കൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ടീമിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ കൂടി ഒരു ആദരവ് കിട്ടാന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അതിന് ഞാൻ ഭാഗ്യവാനാണ്. എന്തായാലും സന്തോഷം. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ പെരിങ്ങോട്ടുകര 5-ാം വാർഡ് സ്വദേശി TS ശ്രീജിത്തിനെ പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ ആദരിച്ചു. അംഗനവാടി പ്രവർത്തകരായ സതി രംഗൻ, നിമ്മി പ്രേമൻ, രേണു, റിജു എന്നിവർ പങ്കെടുത്തു. ഏറ്റവും നല്ല പോലീസുകാരനുള്ള
തൃശ്ശൂർ ജില്ലയിൽ ഇവരുടെ ബറ്റാലിയനിലുള്ള തൃശ്ശൂർ ജില്ലയിൽ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള, ഫസ്റ്റ് മീൻസ് പോലീസ് മെഡൽ, മുഖ്യമന്ത്രി പോലീസ് മെഡൽ കരസ്ഥമാക്കിയുള്ള ശ്രീജിത്ത് മാത്രമാണുള്ളത്. ആദ്യമേ തന്നെ 5ാം വാർഡിൻ്റെ എല്ലാവിധ ആഭ്യന്തരങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. നമുക്കറിയാം ഇവിടെ ചെറുപ്പം തൊട്ട് ശ്രീജിത്ത് സഞ്ജു രണ്ടുപേരും ചേട്ടനിയന്മാരാണ്, അവർ ഇരട്ടകളാണ്. ഇപ്പോൾ ശ്രീജിത്തിനാണെങ്കിൽ അവരുടെ മക്കളും ഇരട്ടകളായിരുന്നു, ഇപ്പോൾ മക്കൾ ജനിച്ച് 2 പേര് ഇരട്ടകളാണ്. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും ഒരുമിച്ചുണ്ടാവട്ടെ. ഈ നമ്മുടെ സേനയിൽ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രീജിത്തിന് കഴിയട്ടെ എന്നാണ് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ചു നൽകാൻ AIYF നടത്തുന്ന ധനസമാഹരണ ക്യാമ്പയിനിലേക്ക് AIYF കാരമുക്ക് മേഖലാ കമ്മിറ്റി നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടിയ തുക 45,300 രൂപ AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ബഷീറിന് കൈമാറി. വൈസ് പ്രസിഡന്റ് ശരൺദാസ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി ഷൈമേഷ്, ജില്ലാ കൌൺസിൽ അംഗം KV വിനോദൻ, മണലൂർ മണ്ഡലം സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിൽ, ജില്ലാ കമ്മിറ്റി അംഗം CV സന്ദീപ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി ധനമോൻ മടത്തിപ്പറമ്പിൽ, അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, AISF മണ്ഡലം സെക്രട്ടറി അനന്തകൃഷ്ണൻ, ആകാശ്, സജിനി എന്നിവർ സംസാരിച്ചു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസാഹിത്യം കുട്ടികൾ വായിക്കണം. 7ാം ക്ലാസ്സിനുള്ളിൽ തന്നെ ഉള്ള കുട്ടികൾ ബാലസാഹിത്യം വായിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾ എന്തറിഞ്ഞിരിക്കണം എന്നുള്ളത് ബാലസാഹിത്യത്തിലുണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ അറിയിക്കുന്നത് അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കടകഥകളും പഴഞ്ചൊല്ലുകളും വരെ ഉണ്ട്. അതുപോലെ നമുക്ക് വായിക്കേണ്ട ഏറ്റവും ആദ്യം വായിക്കേണ്ട പുസ്തകങ്ങൾ ബാലസാഹിത്യമാണ്. കുട്ടികൾ പഞ്ചേന്ദ്രം വായിക്കണം, ഇസോപ്പ് കഥകൾ വായിക്കണം, 1001 രാവുകൾ വായിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുതിർന്ന ആളുകൾ എഴുതിയ ഒരുപാട് ബാലസാഹിത്യമുണ്ട്. അപ്പോൾ ഉള്ളൂരിൻ്റെ കവിതയൊന്നും വായിച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ വാക്കുരുവി വരുരുവി എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായിട്ട് കവിത എഴുതും. PTA വൈസ് പ്രസിഡന്റ് സുനിത അധ്യക്ഷയായി. പ്രിൻസിപ്പാൾ ജിജി ബാലകൃഷ്ണൻ, OSA പ്രസിഡന്റ് മോഹനൻ, പ്രധാന അധ്യാപകരായ ജോസി ജയശ്രീ, മുൻ PTA പ്രസിഡന്റ് സിന്ധു സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.